മാതാവിന്റെ 6-ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയരെ, നാം ഇന്ന് ധ്യാനിക്കുന്നത് മാതാവിന്റെ വിശുദ്ധ സന്ദർശനമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട മാതാവിന്റെ അവളുടെ ഉദരത്തിലുള്ള സർവശക്തന്റെ ദിവ്യ സാന്നിധ്യം തിരിച്ചറിഞ്ഞ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു. സ്വർഗീയ സന്തോഷത്താൽ അവൾ പൂരിതയാക്കപ്പെടുന്നു. എലിസബത്തിന്റെ ഉദരത്തിലെ കുഞ്ഞ് കുതിച്ചു ചാടുന്നു. ദൈവേഷ്ടത്തിന് പൂർണ്ണമായി ജീവിതം സമർപ്പിച്ച് ഈശോയെ ഉദരത്തിൽ സ്വീകരിച്ച മാതാവ് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുകയായിരുന്നു. ആ ചൈതന്യം സേവന സന്നിധിയായി ശുശ്രൂഷ ആവശ്യമായിടത്തേക്ക് തിടുക്കത്തിൽ പുറപ്പെടുവാൻ അവളെ പ്രേരിപ്പിക്കുന്നു. അനേകം ദൂരം താണ്ടിയുള്ള ആ യാത്ര ഒരു ഭാരമായി അമ്മയ്ക്ക് അനുഭവപ്പെട്ടില്ല. യാത്രാമധ്യ ഉണ്ടായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആ അമ്മ സന്തോഷത്തോടെ തരണം ചെയ്തു. നീണ്ട ദുർഘടമായ പാത താണ്ടി ഇളയമ്മയുടെ അടുത്തെത്തുമ്പോൾ അമ്മയുടെയും അവളുടെ ഉദരത്തിലുള്ള സർവശക്തന്റെയും സാന്നിധ്യം അവളെ സന്തോഷഭരിതയാക്കുന്നു. അമ്മയും കുഞ്ഞും പരിശുദ്ധാത്മാവിനാൽ പൂരിതരാക്കപ്പെടുന്നു. ആത്മീയാനന്ദത്താൽ ഏവരും അത്യധികം സന്തോഷിക്കുന്നു. കൂട്ടുകാരെ, ആ അമ്മയുടെ പ്രിയമക്കളായ നമുക്കും ആത്മാവിന്റെ ഒഴുക്ക്, കൃപ മറ്റുള്ളവരിലേക്ക് പകരുന്നവരാകാൻ കഴിയേണ്ടതല്ലേ? നമ്മുടെ സന്ദർശനങ്ങൾ അനുഗ്രഹീത സന്ദർശനങ്ങളാകുന്നുണ്ടോ? ശുശ്രൂഷ ആവശ്യമായിടത്തേക്ക് തിടുക്കത്തിൽ പുറപ്പെട്ട് ആവശ്യമായ സഹായങ്ങളും സേവനങ്ങളും ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. നാം ഉൾപ്പെടുന്ന അന്തരീക്ഷം ആനന്ദദായകമാക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ സംസാരം, ഇടപെടൽ ഇവ മറ്റുള്ളവർ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? പരസ്പര ബഹുമാനത്തോടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്കാകുന്നുണ്ടോ? ചുറ്റുമുള്ളവരിലേക്ക് കൃപയും ഊർജവും പകരുന്നവരാകാൻ നമുക്ക് കഴിയും. അതിന് നാം പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളായി തീരണം. വിശുദ്ധ കുർബാനയിലൂടെ, കൂദാശകളിലൂടെ, അനുദിന കുടുംബ പ്രാർത്ഥനകളിലൂടെ, ജപമാലയിലൂടെ കൃപ നിറഞ്ഞ് അത് മറ്റുള്ളവർക്ക് പകരുന്നവരായി നമുക്ക് മാറാം. നാം ഏവരും പരിശുദ്ധാത്മ വസിക്കുന്ന ഇടങ്ങളാകട്ടെ. നല്ലതു മാത്രം കണ്ടും കേട്ടും സംസാരിച്ചും നമുക്ക് നമ്മുടെ ശരീരവും മനസ്സും വിശുദ്ധമാക്കാം. മൊബൈലിന്റെയും വിവിധ സാമൂഹിക മാധ്യമങ്ങളുടെയും അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളായി ദിവ്യ സക്രാരികളായി നമുക്ക് മാറാം. മറ്റുള്ളവരുടെ ആവശ്യങ്ങളും നൊമ്പരങ്ങളും കണ്ടറിഞ്ഞ് ആശ്വാസം പകരുന്നവരായി നമുക്ക് മാറാം. ഒറ്റപ്പെട്ടവരെ, ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെ, അവഗണിക്കപ്പെടുന്നവരെ, വാർദ്ധക്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ നമുക്ക് ചേർത്ത് പിടിക്കാം. സ്നേഹം പകരുന്നവരാകാം. കരുണാർദ്രമായ ഹൃദയമുള്ളവരാകാം. സാമ്പത്തികമായി പിന്നിലായവരെ മാതാപിതാക്കന്മാരോട് പറഞ്ഞ് നമുക്ക് സഹായിക്കാനാകും. വീട്ടിൽ നമുക്ക് പറ്റുന്ന ജോലികളൊക്കെ ചെയ്ത് മാതാപിതാക്കന്മാർക്ക് ഒരു കൈത്താങ്ങാക്കാൻ നമുക്കാകില്ലേ? പ്രായാധികാരത്താൽ വിഷമിക്കുന്ന സ്വന്തം അപ്പാപ്പന്റെയും അമ്മാമ്മയുടെയും കൂടെ കുറച്ചു നേരം ചിലവഴിക്കുന്നതും ഒരു സൽപ്രവൃത്തിയല്ലേ? മുതിർന്നവരെ, മാതാപിതാക്കന്മാരെ, ഗുരുഭൂതരെ, കൂട്ടുകാരെയെല്ലാം സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമായി നമുക്ക് മാറാം. നാം ഏവരും പരിശുദ്ധാത്മ വസിക്കുന്ന ഇടങ്ങളാകട്ടെ. ഭക്തസംഘടനകളിലെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനായി നമുക്ക് പ്രയത്നിക്കാം. ലഹരി, മദ്യം, മയക്കുമരുന്ന്, തെറ്റായ പ്രണയബന്ധങ്ങൾ ഇവയിലൊന്നും അകപ്പെടാതെ ഉറച്ച നിലപാടുകൾ എടുക്കുന്നവരായി നമുക്ക് മാറാം. ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ ശുശ്രൂഷ നൽകുന്നവരായി രൂപാന്തരപ്പെടാൻ വചനപഠനവും പ്രാർത്ഥനയും നമ്മെ സഹായിക്കും. കർത്താവിന്റെ ധീര പോരാളികളായി ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായി നമുക്ക് മാറാം. പുൽത്തൊട്ടിയിൽ പിറന്ന ദിവ്യ ശിശുവും പരിശുദ്ധ അമ്മയും അതിന് നമ്മെ സഹായിക്കും. തീർച്ച.